കേരളത്തിൻ്റെ വിവിധയിടങ്ങളിലൂടെ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും അധികം കണ്ണിൽപ്പെടുന്നത് ആൾതാമസമില്ലാത്ത വീടുകളും അവയ്ക്ക് മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്ന വിൽക്കാനുണ്ട് എന്ന ബോർഡുകളുമാണ്. ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ തെരുവുകളിൽ ഈ കാഴ്ച ഒരു സ്ഥിരം ദൃശ്യമായി മാറിക്കഴിഞ്ഞു. ഒരു കാലത്ത് മലയാളിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മനോഹരമായ ഒരു വീടും അതിനോട് ചേർന്ന് കുറച്ച് ഭൂമിയും. എന്നാൽ ഇന്ന് ആ സ്വപ്നങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിശബ്ദമായ തകർച്ച കേവലം ഒരു കച്ചവട മാന്ദ്യമല്ല, മറിച്ച് കേരളീയ സമൂഹത്തിൻ്റെ ഘടനയിൽ വന്ന വലിയൊരു മാറ്റത്തിൻ്റെ പ്രതിഫലനമാണ്. വിൽക്കാൻ ആളുകൾ നിരവധിയുണ്ടെങ്കിലും വാങ്ങാൻ ആളില്ലാത്ത ഈ സാഹചര്യം കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് ഗൗരവകരമായ ചർച്ചകൾ അർഹിക്കുന്നു. കേരളത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ഈ തളർച്ചയ്ക്ക് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന കുടിയേറ്റ സ്വഭാവമാണ്. മുൻപൊക്കെ മലയാളികൾ വിദേശത്തേക്ക് പോയിരുന്നത് അവിടെ സമ്പാദിക്കുന്ന പണം നാട്ടിലെത്തിച്ച് വലിയ വീടുകൾ പണിയാനും കൂടുതൽ ഭൂമി വാങ്ങിക്കൂട്ടാനും വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ന് ആ സാഹചര്യം പാടെ മാറിയിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിനായും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കായും വിദേശത്തേക്ക് ചേക്കേറുന്ന യുവതലമുറ അവിടെ തന്നെ സ്ഥിരതാമസമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കുമുള്ള കുടിയേറ്റം വർദ്ധിച്ചതോടെ നാട്ടിലെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയായി. തങ്ങളുടെ മാതാപിതാക്കളെ കൂടി വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതോടെ നാട്ടിലെ തറവാടും വസ്തുവകകളും ബാധ്യതകളായി മാറുന്നു. ഇതാണ് വിൽക്കാനുണ്ട് എന്ന ബോർഡുകൾ പെരുകാൻ കാരണമായ പ്രാഥമിക ഘടകം. ഗൾഫ് രാജ്യങ്ങളിലെ നിയമപരിഷ്കാരങ്ങളും കേരളത്തിലെ ഭൂമി വിപണിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. പണ്ട് ഗൾഫ് പണം ഒഴുകിയിരുന്നത് കേരളത്തിലെ മണ്ണിലേക്കായിരുന്നു. എന്നാൽ ദുബായ് ഉൾപ്പെടെയുള്ള എമിറേറ്റുകൾ വിദേശികൾക്ക് വസ്തു വാങ്ങാനുള്ള അനുമതി ലഭിച്ചതോടെ സമ്പന്നരായ പ്രവാസികൾ തങ്ങളുടെ നിക്ഷേപം അവിടങ്ങളിലേക്ക് തന്നെ മാറ്റുകയാണ്. അവിടെ വസ്തു വാങ്ങുമ്പോൾ ലഭിക്കുന്ന വിസ ആനുകൂല്യങ്ങളും ബിസിനസ് സാധ്യതകളും അവരെ ആകർഷിക്കുന്നു. സ്വന്തം നാട്ടിൽ പണം മുടക്കുന്നതിനേക്കാൾ ലാഭകരവും സുരക്ഷിതവുമാണ് വിദേശ രാജ്യങ്ങളിലെ നിക്ഷേപമെന്ന് അവർ തിരിച്ചറിയുന്നു. ഇതിനു പുറമെ നാട്ടിലെ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ വലിയൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഭൂമിയുടെ ന്യായവിലയിലുണ്ടായ വർധനവും സ്റ്റാമ്പ് ഡ്യൂട്ടിയിലെ വർധനവും ഒരു സാധാരണക്കാരന് ഭൂമി വാങ്ങുന്നത് അസാധ്യമാക്കുന്നു. നിക്ഷേപം എന്ന നിലയിൽ ഭൂമി വാങ്ങുന്നത് വഴി വലിയ ലാഭം കിട്ടില്ലെന്ന് ബോധ്യമായതോടെ പലരും സ്വർണത്തിലേക്കും ഓഹരി വിപണിയിലേക്കും ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞു. കാർഷിക മേഖലയിലെ തകർച്ചയും ഭൂമി വിൽപ്പനയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് റബ്ബർ തോട്ടങ്ങൾ എന്നത് വലിയൊരു സമ്പാദ്യമായിരുന്നു. എന്നാൽ റബ്ബറിൻ്റെ വിലയിടിവ് കാരണം തോട്ടങ്ങൾ വെറുമൊരു ബാധ്യതയായി മാറി. കൃഷിയിടങ്ങൾ വാങ്ങി പരിപാലിക്കാൻ പുതിയ തലമുറയ്ക്ക് ഒട്ടും താല്പര്യമില്ല. വിഷരഹിതമായ ഭക്ഷണത്തെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ടെങ്കിലും വലിയ തോതിലുള്ള കൃഷിയിലേക്ക് ഇറങ്ങാൻ ആരും തയ്യാറല്ല. ഇത് കൃഷിഭൂമിയുടെ ഡിമാൻഡ് വലിയ തോതിൽ കുറച്ചു. ഏക്കർ കണക്കിന് റബ്ബർ തോട്ടങ്ങളും നെൽവയലുകളും ഇന്ന് വാങ്ങാൻ ആളില്ലാതെ കിടക്കുകയാണ്. കൃഷി ആദായകരമല്ലാത്ത ഒരു തൊഴിലായി മാറിയതോടെ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് നഷ്ടമാണെന്ന തോന്നൽ ഉടമസ്ഥരിൽ വർദ്ധിപ്പിച്ചു. ഇത് വിപണിയിൽ ഭൂമിയുടെ ലഭ്യത കൂട്ടുകയും എന്നാൽ വാങ്ങാൻ താല്പര്യമുള്ളവരുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തു. നഗരവൽക്കരണത്തിൻ്റെ പുതിയ മുഖവും ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുകയാണ്. ഇന്ന് കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ മാത്രമാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അല്പമെങ്കിലും ചലനങ്ങളുള്ളത്. അതും ഫ്ളാറ്റുകളുടെയും വില്ലകളുടെയും കാര്യത്തിൽ മാത്രമാണ്. വാടകയ്ക്ക് നൽകി വരുമാനമുണ്ടാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ പ്രവാസികൾ പോലും നിക്ഷേപം നടത്തുന്നുള്ളൂ. ഗ്രാമപ്രദേശങ്ങളിലെ വീടുകൾ വാടകയ്ക്കെടുക്കാൻ ആളില്ലാത്തതും അവയുടെ പരിപാലന ചെലവ് വർദ്ധിച്ചതും ഉടമകളെ വലയ്ക്കുകയാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപ അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിവെക്കേണ്ടി വരുന്നത് പ്രായമായ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാരമാണ്. ഇത് ആത്യന്തികമായി ആസ്തികൾ കുറഞ്ഞ വിലയ്ക്ക് പോലും വിറ്റൊഴിവാക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഈ സാഹചര്യം കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കാനിടയുണ്ട്. കേരളത്തിലെ സാമ്പത്തിക ചക്രം പ്രധാനമായും തിരിഞ്ഞിരുന്നത് നിർമ്മാണ മേഖലയെ ആശ്രയിച്ചായിരുന്നു. സിമൻറ്റ്, മണൽ, കമ്പി തുടങ്ങിയ നിർമ്മാണ സാമഗ്രികളുടെ കച്ചവടം മുതൽ പെയിൻറ്റിംഗ്, ഇലക്ട്രിക്കൽ ജോലികൾ ചെയ്യുന്ന തൊഴിലാളികൾ വരെ ഈ മേഖലയെ ആശ്രയിച്ചാണ് കഴിയുന്നത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ മാന്ദ്യം ഈ ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവനത്തെ നേരിട്ട് ബാധിക്കും. ഗവൺമെൻറ്റിന് രജിസ്ട്രേഷൻ വഴി ലഭിക്കുന്ന വലിയൊരു വരുമാനം ഇതിനോടകം തന്നെ കുറഞ്ഞു കഴിഞ്ഞു. ഇത് സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ പോലും പിന്നോട്ടടിക്കാൻ സാധ്യതയുണ്ട്. ഇനി എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഭൂമിയുടെ വിലയിൽ വലിയൊരു ഇടിവ് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. വിതരണം കൂടുകയും ആവശ്യം കുറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും വില കുറയും. എന്നാൽ ഇത് പെട്ടെന്ന് സംഭവിക്കണമെന്നില്ല. ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോഴും ഉയർന്ന വില പ്രതീക്ഷിക്കുന്നത് വിപണിയെ കൂടുതൽ നിശ്ചലമാക്കുന്നു. കേരളം ഒരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വാദത്തിന് ബലം നൽകുന്നതാണ് ഈ അടച്ചിട്ട വീടുകൾ. വിദേശത്ത് പോയ യുവതലമുറ മടങ്ങി വരാത്ത പക്ഷം ഈ വീടുകൾ പ്രേതാലയങ്ങളായി മാറാനോ അല്ലെങ്കിൽ ചുളുവിലേക്ക് കോർപ്പറേറ്റുകൾ കൈക്കലാക്കാനോ ഉള്ള സാധ്യതയുണ്ട്. ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ ഇടപെടലുകൾ ആവശ്യമാണ്. രജിസ്ട്രേഷൻ ചാർജുകളും സ്റ്റാമ്പ് ഡ്യൂട്ടിയിലും കാലോചിതമായ മാറ്റങ്ങൾ വരുത്തി സാധാരണക്കാർക്ക് ഭൂമി വാങ്ങുന്നത് എളുപ്പമാക്കണം. കൃഷിഭൂമികളെ സംരക്ഷിക്കാനും അവ ആദായകരമാക്കാനും പുതിയ നയങ്ങൾ രൂപീകരിക്കണം.
ഗ്രാമപ്രദേശങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും ആളുകളെ അവിടെ തന്നെ നിലനിൽക്കാൻ പ്രേരിപ്പിക്കണം. ഭൂമി എന്നത് കേവലം ഒരു നിക്ഷേപ വസ്തുവല്ല, മറിച്ച് ഒരു നാടിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ വരും ദശകങ്ങളിൽ കേരളത്തിലെ വലിയൊരു വിഭാഗം ഭൂമിയും ഉപയോഗശൂന്യമായി കിടക്കുന്ന കാഴ്ചയാകും നമുക്ക് കാണേണ്ടി വരിക. കേരളത്തിൻ്റെ സാമ്പത്തിക ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ തിരിച്ചുവരവ് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ അത് പഴയ രീതിയിലുള്ള ഒരു കെട്ടിട നിർമ്മാണ വിപ്ലവം ആകരുത്, മറിച്ച് സുസ്ഥിരതയും അർത്ഥവത്തുമായ ഒരു വളർച്ചയായിരിക്കണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.